എങ്ങനെ ഒരു ബാങ്കിനെ പൂട്ടിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും മുഴുവനും കാണുക. അതിനായി ഇവിടെ 5 സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്സാണിത്. ഏതൊരു സാധാരണക്കാരനും ഈ 5 സ്റ്റെപ്പ് ഉപയോഗിച്ചൊരു ബാങ്കിനെ തകർക്കാവുന്നതാണ്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കാരണം കണ്ടെത്തുക എന്നതാണ്. അതിപ്പോൾ എന്തുമാകാം. ഇപ്പോൾ ബാങ്കിൽ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഒരു ചെറിയ ഒരു പണം തട്ടിപ്പോ, അല്ലെങ്കിൽ 10-25,000 രൂപ മോഷണം പോയതോ, അങ്ങനെ എന്തെങ്കിലും. ഇനി കാരണമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കള്ളത്തരത്തിലൂടെ ഒരു കാരണം ഉണ്ടാക്കി എടുക്കാം. എന്നിട്ട് ഈ കാരണത്തെ മാക്സിമം സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. സാധാരണക്കാരും ആ ബാങ്കിൽ അക്കൗണ്ടുള്ള എല്ലാവരിലേക്കും ഈ ഒരു കാരണത്തെ എത്തിക്കാൻ നോക്കണം. റൂമർ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയും കൊടുക്കേണ്ടതില്ല. ഇപ്പം അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും നടന്നിട്ടില്ലാത്ത സംഭവമാണെങ്കിലും സ്റ്റെപ്പ് 2 റൂമറാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ മാക്സിമം ബാങ്കിനെ പറ്റി ഇല്ലാത്തതും ഉള്ളതും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയൊരു പ്രചാരണം തന്നെ നടത്തണം. ഇപ്പം 50-60 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചു, തട്ടിയെടുത്തു, എന്നിട്ട് ബാങ്കുകാർ സാധാരണക്കാരെ അറിയിക്കാണ്ട് മറച്ചു വയ്ക്കുന്നു, പണം ബാങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. സ്റ്റെപ്പിൽ എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 3ാമത്തെ സ്റ്റെപ്പിൽ ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ വിളിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം ആ ബാങ്കിലേക്ക് ചെല്ലണം. ശേഷം അവിടെ നിന്നും അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവനും വിഡ്രോ ചെയ്യാൻ പറയുകയും വേണം. ശേഷം അങ്ങനെ വരുമ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ ഒറ്റയടിക്ക് ഒരു 100 പേരൊക്കെ ഉണ്ടെങ്കിൽ 100 പേരുടെയും പൈസ വിഡ്രോ ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ലായിരിക്കും. ശേഷം പൈസ ഇല്ലയെന്ന് പറയുന്നൊരു സാഹചര്യം വരുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകാനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. എല്ലാവരും ഇത് വില്ലിങ് ആയിട്ട് തന്നെ ഇരിക്കണം. എല്ലാവരും ഒരുമിച്ച് ആ സമയത്ത് ശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ബാങ്കിനെ പൂട്ടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും തന്നെ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ആ ബാങ്കിന് ഒരു മോശം ഇമേജും ഉണ്ടാവും. ശേഷം പിന്നീട് അവർക്കത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുകയില്ല. ബാങ്ക് അങ്ങനെ അവിടെ കൊണ്ട് തകരുകയാണ്. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് ഒരു ബാങ്ക് തകർത്തിരിക്കുകയാണ്. എങ്ങനെയാണ് സാധാരണഗതിയിൽ ബാങ്കുകൾ പൂട്ടിപ്പോവുകയും എല്ലാം ഉണ്ടാകുന്നത്. നമുക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. താല്പര്യമില്ലാത്തവർക്ക് ഒന്നും ചെയ്യാണ്ട് ഇരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഒരു ബാങ്കിനെ പൂട്ടിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ബാങ്കിനെ വിശ്വസിക്കും. നിങ്ങളുടെ ആരുടെയും പൈസ പോകില്ല. ഇത് മാത്രമല്ലല്ലോ ബാങ്കുള്ളത്. നമ്മൾ ലോൺ എടുത്തിട്ട് 2 ഇൻസ്റ്റാൾമെന്റ് തെറ്റിക്കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞ് ഗുണ്ടലവിടുന്ന മാന്യമാരല്ലേ. പ്ലീസ്, അത്രയ്ക്ക് പാനിക് ആവാനൊന്നും ഇല്ല. എന്നാ താ സമാനം പറയടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, പരിശോധനയൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വരുമ്പോ പോയ പൈസ മുഴുവൻ തിരിച്ചു തരണം. പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ വിഷയം പെരുപ്പിക്കല്ലേ. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി എന്ത് സംഭവിക്കാം, തർക്കിക്കാൻ ഞാനില്ല. എന്റെ അക്കൗണ്ട് നാളെ തന്നെ ക്ലോസ് ചെയ്തേ പറ്റൂ. ഞങ്ങളെ എന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. പരിഹരിക്കാം.